അധോലോക നായകനാണ്. പേര് കേട്ടാൽ പ്രേക്ഷകർക്കറിയാം. അബൂ സലീം നാടൊക്കെ വിറപ്പിച്ചതാണ്. പക്ഷെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അവസാനം ചെല്ലിൻ്റെ അടുത്തെത്തി, തടവറയിലെത്തി. അങ്ങനെ അബൂ സലീം പക്ഷേ ഇത്രയും വില്ലത്തരം കാണിക്കുമ്പോഴും പ്രേമിക്കാൻ ആളുണ്ടായിരുന്നു, ഒരു കാമുകി ഉണ്ടായിരുന്നു. എന്നാൽ പരോൾ കിട്ടിയില്ല അബൂ സലീമിന്. അവസാനം ഈ കാമുകി കാത്തിരുന്ന് മടുത്തു, വേറെ വിവാഹം കഴിച്ചു. അഞ്ജലി വിജയകുമാർ നമുക്കിപ്പോൾ. അഞ്ജലി ബോളിവുഡിലൊക്കെ നമുക്കറിയാം, അധോലോക രംഗത്തെ ആളുകളൊക്കെ പലപ്പോഴും സിനിമാ താരങ്ങളൊക്കെ ആയിട്ടും വലിയ ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ ക്രൂരതകൾ ചെയ്താലും അവരെ ആരാധിക്കാനും അവരെ സ്നേഹിക്കാനും ആളുകൾ ഉണ്ടാകുന്നു എന്നതും അത്ഭുതകരമായ കാര്യമാണ്. ഇത് പരോള് കിട്ടാത്തതുകൊണ്ട് മറ്റൊരാളെ തേടിപ്പോയതാണോ ഇപ്പോൾ? അതെ, നമ്മൾ സാധാരണ ഇത്തരം ദൃശ്യങ്ങൾ സിനിമയിൽ മാത്രമേ കാണാറുള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു നായകൻ ജയിലിൽ കിടക്കുന്നു, അതിനുശേഷം കുറേ നാൾ കാത്തിരുന്ന് ഇറങ്ങി പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു, നായകനെ ഒന്നിക്കുന്നു. സിനിമയിലൊക്കെയാണ് സാധാരണ നമ്മളിത് കാണുക. ഇതിപ്പോൾ 25 വർഷമാണ് ഈ അബൂ സലീമിന് കോടതി വിധിച്ചിരുന്നത് തടവ് ശിക്ഷ. ഇതിപ്പോൾ 12 വർഷമായി. ഇപ്പോൾ 2018 അബൂ സലീം തനിക്ക് വിവാഹം കഴിക്കണം, അതുകൊണ്ട് 45 ദിവസം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തനിക്ക് പരോൾ നൽകണം എന്നിവ ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നത്. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. അബൂ സലീം പറയുന്നുണ്ട്, ഇത്രയും 12 വർഷമായിട്ട് താൻ ഇതുവരെ പരോളിനൊന്നും ശ്രമിച്ചിട്ടില്ല, മറ്റൊരു കേസിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല, തനിക്കതുകൊണ്ട് പരോൾ നൽകണം, തനിക്ക് പുറത്തിറങ്ങണം, വിവാഹം കഴിക്കണം. പക്ഷേ ഇത്രയും കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ പാവം മനുഷ്യൻ, ഒരു വിവാഹം കഴിക്കാനല്ലേ കോടതിക്ക് അംഗീകരിച്ചു വിടുന്നു. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ഇത് അബൂ സലീമിൻ്റെ ആദ്യത്തെ വിവാഹമല്ല. അബൂ സലീം ഇത് 3ാമത്തെ വിവാഹത്തിനാണ് ഇപ്പോൾ ശ്രമിച്ചത്. ആദ്യം ഒരു വിവാഹം കഴിച്ചു, ഈ ഗുണ്ടായിരുന്ന വിവാഹം കഴിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അത് ഒഴിഞ്ഞുപോയി. അതിനുശേഷം ഒരു ബോളിവുഡ് നടിയെ വിവാഹം ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ അബൂ സലീമിന് പോർച്ചുഗലിലായിരുന്നു ആ ബോളിവുഡ് നടി ഉണ്ടായിരുന്നത്. അതിനുശേഷം അബൂ സലീമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നാലെ ആ വിവാഹബന്ധവും ഒഴിഞ്ഞുപോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദിവീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവരെയും പ്രണയിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അവർ രക്ഷപ്പെട്ടല്ലോ അതിൽ നിന്ന്. ശരി അഞ്ജലി.